പറഞ്ഞത്? അതെ, വീട്ടുകാരനെ വിഷ്ണുവർദ്ധനെ കണ്ണു വെട്ടിച്ചിട്ട് വേണ്ടേ വരാൻ. പിന്നെ നീതെ കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അതിനുള്ള എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ഓഹോ, ഇപ്പൊ വരും. ഷാർപ്പ് 8 മണിക്ക് അവളിവിടെ എത്തിയിരിക്കും. 8 മണി ആയല്ലോ. 8 മണി ആയി, ഇപ്പൊ വരേണ്ടതാണ്. വരും. വർമ്മ സാറിന്റെ മോള് കണ്ടോ? കൺകുളിർക്കെ കണ്ടോ? ഇനി പറ, വിഷ്ണുവർദ്ധന്റെ വീരഗാഥകൾ പറ പെണ്ണേ. ഇതിലാണ് വിഷ്ണുവർദ്ധന്റെ വിഴുപ്പുള്ളത്. എന്ത് വിഴുപ്പുണ്ടായാലും അലയ്ക്ക് വെളുപ്പിക്കും ഞാൻ. അറിയില്ല നിനക്കെന്നെ. പാവം വർമ്മ സാറിന്റെ മകളെ കാണാൻ വല്ലാതെ കൊതിച്ചു പോയെന്ന് തോന്നുന്നു. എന്ത് കരുതിയടേ നീ? വിഷ്ണുവർദ്ധൻ അറിയാതെ ഈ നാട്ടിൽ ഒരു പ്രച്ഛന്നവേഷ മത്സരം നടത്താമെന്നോ? നീയും നിന്റെ കൂടെയുള്ളവൾ അതാരായാലും ഇന്നത്തോടെ തീരും. ഈ നിമിഷം അവസാനിക്കാൻ പോവുകയാണ്. എങ്ങനെ ധൈര്യം വന്നു പെണ്ണെ നിനക്കിതിൽ കയറി ഇടപെടാൻ? നീ എന്ത് കരുതി? നിന്നെ നിന്റെ ഈ മുടിപ്രാന്തനും പേടിച്ച് പാറു അടങ്ങുന്നോ? നീയും നീ തീറ്റ വളർത്തുന്ന കൊടിച്ചു പട്ടികളും വിചാരിച്ച ഈ ലോകം വിരൽത്തുമ്പിലിട്ട് പറയട്ടെ നേപ്പാളി, ചാർജ് തീർന്ന മൊബൈൽ ക്രെഡിറ്റ് കാർഡ് കയറിയിട്ടുള്ള സംസാരമല്ലേ? ഏറിയാൽ 1-2 രൂപയുടെ ടോക്ക് ടൈം കഴിഞ്ഞു. അതോടെ കഴിയില്ല. അതുകൊണ്ട് അവൾക്ക് വായി തോന്നിയതൊക്കെ പറയട്ടെ. പറയല്ലടാ, ഞാൻ ചെയ്യും. എങ്കിൽ ചെയ്യടി, ചെയ്ത് കാണിക്ക. നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊന്ന് കാണണം. കാണാൻ എന്തിരിക്കുന്നു? നിന്റെ ആ വൃത്തികെട്ട കൈകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് വർമ്മ സാറിന്റെ മകളെ കാണുക തന്നെ എന്റെ ലക്ഷ്യം. എന്നിട്ട് അത് നടന്നോ? നടത്തടി നിന്റെ ലക്ഷ്യം. അതിപ്പോ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ നടന്നു? വർമ്മ സാറിന്റെ മകളെ കാണണമെന്നും നിന്റെ പുരാണങ്ങൾ അക്കമിട്ട് നിരത്തണമെന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അതിനു വേണ്ട ആള് ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവും. വർമ്മ സാറിന്റെ വീട്ടിൽ. ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്കും വേണോടാ? നേപ്പാളി, ഇവളെ വിടരുത്. ഇവളെ വിടരുത്.